ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മൾ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബിൽ നമ്മൾ പല വീഡിയോസും കുറേ നേരമൊക്കെ ഇരുന്ന് കാണാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റാറ്റസ് ഇടണമെന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം തോന്നും. പക്ഷേ യൂട്യൂബ് വീഡിയോയിൽ ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ ലിങ്ക് മാത്രമേ നമുക്ക് ഫ്രണ്ട്സിനും സ്റ്റാറ്റസൊക്കെ ഇടാൻ പറ്റുള്ളൂ. അല്ല, വീഡിയോ ഒന്നായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വഴികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വളഞ്ഞ വഴി കൂടെ ഒക്കെ നമുക്ക് പോകേണ്ടി വരും. എന്നാലും മാത്രമേ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോകൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് വീഡിയോ എങ്കിലും നമുക്കിങ്ങനെ നേരിട്ട് ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാൻ എന്നുള്ളതാണ്. ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അത് ഏതിൽ വേണമെങ്കിലും നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത് യൂട്യൂബ് വീഡിയോകൾ എങ്ങനെയാണ് ഗാലറിയിലേക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരില്ലേ, അതിൽ 7.4% മാത്രം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആപ്പുകൾ ട്യൂബ്മേറ്റും വീഡിയോ MP3 കൺവെർട്ടറുമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ട്യൂബ്മേറ്റ് എടുക്കുക. ട്യൂബ്മേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു യൂട്യൂബ് പോലെ തന്നെയാണ് കേട്ടോ ട്യൂബ്മേറ്റ്. അപ്പോൾ യൂട്യൂബ് പോലെ തന്നെ നമുക്ക് ഇത് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിലൊന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക്. ഞാനിപ്പോൾ ഒരു പാട്ടാണ് എടുക്കുന്നത്, വെറുതെ നിങ്ങൾക്കൊന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു പാട്ട് എടുക്കുകയാണ്. ഞാനൊരു പാട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡൗൺലോഡ് ബട്ടൺ. ഇവിടെ ഇവിടെ ഒരു ചുവന്ന ഡൗൺലോഡ് ബട്ടൺ കാണാൻ പറ്റുക. അതിമൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക കുറേ ഓപ്ഷൻസ് വരും. ഞാനിപ്പോൾ ഇത് ഹൊറിസോണ്ടൽ മോഡ് ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നിങ്ങളിത് വെർട്ടിക്കലായിട്ട് വെച്ചാൽ നിങ്ങൾക്കിത് ശരിക്കായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ ഓഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യും. വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ മാത്രം എന്താണ് ആ വീഡിയോ, അതിൻ്റെ ആ ഓഡിയോ മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓരോരോ റെസൊല്യൂഷനൊക്കെ കാണിക്കുന്നുണ്ട്. 720p എന്നൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്, സൈസും കാണിക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു 17 MB ഏകദേശം അതൊന്നും എടുക്കുന്നുണ്ട്. ഇപ്പോൾ 854 × 450 അത് ഞാൻ എടുക്കുന്നുണ്ട്. അതെടുത്തു. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അത് ക്ലിക്ക് ചെയ്യുക. ഏതാണ് വേണ്ടത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതവിടെ വീണ്ടും ഒരു ചുവന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോണ്ട് ഷോ ദിസ് മെസ്സേജ് അയക്കാൻ നേരം ഓക്കെ കൊടുത്താൽ അത് ഡൗൺലോഡ് ആവും. ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മളൊരു ആപ്പ് കയറ്റിയായിരുന്നു. ആ ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്കത് നേരിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് അതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഓൾറെഡി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്കിത് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ പറയുക, അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇത് ഗാലറിക്ക് വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ ഗാലറിക്ക് ഒന്ന് പോയി നോക്കാം. ഇതാക്കാണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ഗാലറിയിൽ ആ വീഡിയോ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോയാണിത്. ഞാൻ ഡൗൺലോഡ് ചെയ്ത വീഡിയോ ആണ്. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടാവും ഇത് ഗാലറിക്ക് വരുമെന്ന്. ഇനി ഞാനിങ്ങനെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ട്യൂബ്മേറ്റിക്ക് തന്നെ പോവുക. ട്യൂബ്മേറ്റിക്ക് പോയിട്ട് എന്താ ഡൗൺലോഡ് ബട്ടൺ ഇല്ല, അതൊന്നും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതവിടെ അടിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഓഡിയോ എന്നുണ്ട്. ഓഡിയോ ഇങ്ങനെ അത് കാണാൻ പറ്റും. ഫുൾ ഓഡിയോ കാണാൻ പറ്റും. പിന്നെ ഈ ലാസ്റ്റത്തെ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഞാൻ എന്തായാലും നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഓഡിയോൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണിക്കാൻ എന്താ പറയുക സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ MP3 ഓഡിയോ എടുക്കുന്നുണ്ട്. അതിൽ ഏതാണ് വേണ്ടത് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതായി പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ഡോണ്ട് ഷോ ദിസ് മെസ്സേജ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ഞാനിപ്പോൾ എന്താ വായിച്ച് നോക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ട് വായിച്ച് നോക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ നോക്കുക. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സാവധാനം വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് വായിച്ച് നോക്കിയിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇതാക്കിയാൽ ഇവിടെ ഡൗൺലോഡ് കാണാൻ പറ്റും. അപ്പോൾ അല്ലേ നമ്മളെ പാട്ടും ഡൗൺലോഡ് ആയിട്ടുണ്ട്, MP3 പാട്ടും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ലൈബ്രറിയിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക നമ്മളെ പാട്ട് ഇത് വന്നിട്ടുണ്ട്, റിസ്പെക്ടർ. ആ പാട്ട് നമ്മളിപ്പോൾ ഏതാണോ ഡൗൺലോഡ് ചെയ്തത്, ആ ഓഡിയോ ഡൗൺലോഡ് ചെയ്തത് അത് നമ്മൾ ഇത് വന്നിട്ടുണ്ട്. ഇത് റിയലാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ട്യൂബ്മേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ ഒന്നെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നമുക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഏത് യൂട്യൂബ് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ഗാലറിക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.